ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇക്കയും മക്കളും എല്ലാവരും വീട്ടിലുള്ളവരുടെ ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നമ്മുടെ മുളകും തക്കാളിയൊക്കെ നനക്കാനുണ്ടായിരുന്നു, പാകി വെച്ചത്. അതൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ട് വേഗം ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈസി കുട്ടിക്കുന്ന ചെവി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. എന്നാലും ഇന്ന് കുഴപ്പമില്ല, കുറവുണ്ട്. മദ്രസക്ക് പോയിട്ടുണ്ട് ആൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്ന് വന്നിട്ട് പിന്നെ ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്ന് കിച്ചണിലേക്ക് വന്നപ്പോൾ കേട്ടോ. പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ പച്ചരി രാത്രി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റിൽ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരുന്നു കേട്ടോ നമ്മുടെ ദോശയ്ക്ക്. പിന്നെ കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പോൾ നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും പച്ചരി ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ മാവാക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. പച്ചരി മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ അപ്പമായിട്ട് നമ്മൾ ഉണ്ടാക്കൽ കുറവാണ്, കാരണം ഒരു 1-2 വട്ടമൊക്കെ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കുളമായി. അതുകൊണ്ട് പിന്നെ അപ്പത്തേക്ക് വല്ലാണ്ടെങ്കിൽ ഞാൻ പോകാറില്ല. ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കുളമായി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇതെന്നല്ല, എന്ത് കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കിച്ചണിൽ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരുമ്പാനും വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അങ്ങനെ തുണികൾ സോപ്പ് പൊടിയിൽ ഇട്ടൊക്കെ ശേഷമാണ് പിന്നെ വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കനാലിലവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കണ്ട ഒരു ചീരയായിരുന്നു ഇതും. പിന്നെ വേറൊരു പാലക് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ചീരയിൽ നല്ല വേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കുറച്ച് തണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വേരിൻ്റെ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നട്ട് നോക്കാം. ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് തളിക്കാനോ ഉപ്പേരിക്കാനൊക്കെ ചീര കിട്ടുമല്ലോ. ചിലപ്പോൾ ഒരു വട്ടം ഞാൻ ഇതേപോലെ നട്ടിട്ടുണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നട്ടത്. ഉണ്ടാവില്ല എന്നൊന്നും ഉറപ്പില്ല. എന്തായാലും ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ നട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ തൂമ്പ് സൈഡിൽ നിന്ന് വരും. അന്ന് അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വരുമല്ലേ എന്നറിയില്ല. എന്തായാലും ഒരു 2 ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വേരൊക്കെ ഒന്ന് ഉഷാറാവാനൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതേപോലെ നട്ടിട്ടുണ്ട് കേട്ടോ. 2 ചട്ടിയിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വന്നത്. അപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ വിറകൊന്നും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. പിന്നെ പോയിട്ട് വിറകെടുക്കാൻ ഭയങ്കര മടി, കാരണം നന്നായിട്ട് വെയിലും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ചാക്കിൽ അത്യാവശ്യം നന്നായിട്ട് ചകിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചകിരി മാത്രം വെച്ചിട്ടൊന്ന് തീ കത്തിച്ച് നോക്കാം, എങ്ങനെയുണ്ട് കത്തുമോ നോക്കാമല്ലോ. ചകിരി നന്നായിട്ട് ഉണങ്ങിയതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേപോലെ ചകിരി നീക്കിയിട്ട് കൊടുത്തപ്പോൾ കയ്യിൽ നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കാണുന്നില്ല, മിസ്സായി പോയി തോന്നുന്നുണ്ട്. അങ്ങനെ ചകിരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ചോറിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇക്ക രാവിലെ കുറച്ച് നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അച്ചാറിട്ട് വെക്കണം. ഇന്ന സമയമല്ല, നാളെ എന്തായാലും അച്ചാറിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരു ബോക്സല്ല ഒരു കൊട്ടയിലിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കറി വെക്കുന്നത് നമ്മുടെ പാലക് ചീരയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നതും കാണുന്നതും കഴിക്കാൻ പോകുന്നതും. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കൂടുതൽ ഞാൻ കണ്ടത് ഏതാ വെച്ചിട്ട് നമ്മുടെ സിലൂട്ടോക്സിൻ്റെ ചാനലുണ്ടല്ലോ, അതിൽ ഈ പാലക് റൈസ്, പാലക് പനീർ മസാല അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത്. നോക്കുമ്പോൾ ഇന്ന് കറി വെക്കാൻ ഇതിപ്പോൾ മിഞ്ഞാന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്നും ഇത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൊളാവും. പിന്നെ ഇത് വെച്ചിട്ടുള്ള വേറെ റെസിപ്പി ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് വെച്ച് കറി ഉണ്ടാക്കാമെന്ന്. പിന്നെ പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെച്ചാൽ നല്ലതാണെന്ന് ഇത് വാങ്ങിയ വണ്ടിയിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അരിഞ്ഞ് വെക്കുകയാണ്. ഇതിൻ്റെ തണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലീഫ് മാത്രമാണ് കേട്ടോ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ തണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഞാൻ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് വീഡിയോ എന്തായാലും ഇടാം കേട്ടോ. അങ്ങനെ ഇത് പരിപ്പും നമ്മുടെ പരിപ്പും ചീരയും പരിപ്പും മുരിങ്ങയൊക്കെ കറി വെക്കുമല്ലോ, അതേപോലെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമോ നോക്കാമല്ലോ. അപ്പോൾ പിന്നെ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ ചീരയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ചീരയാണിതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, എനിക്കറിയില്ല കേട്ടോ.
അങ്ങനെ ഇതാ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയുള്ള പരിപ്പ് ഇതാ ഒന്ന് കുതിർക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിന് വേണ്ടിയിട്ട്. ചകിരി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായി വേഗം അരി ഇടാനും പറ്റും കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട ശേഷം വേണം നമുക്ക് വേറെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പാലകശ്ശേരി കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച ശേഷം ഇതാ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ ഇതാ സൈഡിൻ്റെ ഉള്ളിൽ കളിക്കുന്നുണ്ട്, അവരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഇല്ല കുറച്ചുള്ളൂ. അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ബാക്കി ഇപ്പോഴത്തെ സൈഡിൽ വെച്ചൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയും വേണം. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് ശേഷം വെള്ളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചൂടായി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം അരിയും കൂടി ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതാ കഴുകി വേഗം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറ് വെക്കുമ്പോൾ സൈഡത്തെ ആ ഒരു കുഴി ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനും യൂസ് ചെയ്യാമല്ലോ. അപ്പം പിന്നെ വേറെ ചൂടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതും കൂടി വെച്ച ശേഷം പിന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടിട്ട് ഉപ്പേരിയും കൂടി വെക്കാനും വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്ക കുറച്ച് മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു, ഇത് വർക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് നന്നാക്കാനും വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ നമ്മുടെ എന്താ പറയുക ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അത് വാർത്ത് വെച്ച ശേഷം നമ്മൾ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചില്ല, എന്നുണ്ടെങ്കിൽ ചോറ് വെന്ത് പായസവും പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി ഇട്ടാൽ മതി. അങ്ങനെ അത് ചോറ് ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാർത്ത് വെച്ച ശേഷമാണ് നമ്മൾ മീൻ നന്നാക്കാൻ വേണ്ടി പോണത് കേട്ടോ. ഈ ചോറ് വറക്കുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൾ ഇതേപോലെ ചോറ് വറക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ കൂടെ ഒരു വെള്ളം പോയിട്ട് ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞേ പിന്നെ ഞാൻ എപ്പോൾ കഞ്ഞി വാർക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ കയ്യും കൂടെ പോവോ എന്നിങ്ങനെ തോന്നും കേട്ടോ എനിക്ക്. അപ്പോൾ എനിക്കതിങ്ങനെ വാർക്കണ കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് അങ്ങനെ പറയാൻ തോന്നിയാണ് കേട്ടോ. അങ്ങനെ ചോറ് വാർത്ത ശേഷം നമ്മളെ മൺചട്ടിയിൽ നിന്ന് അടുപ്പിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ്, അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മീൻ നന്നാക്കിയിട്ടില്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതിലേക്ക് വേണ്ടിയുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ച് വെച്ച ശേഷം മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും പിന്നെ അത് അരച്ച് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറണ്ട് പോകും, പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. പിന്നെ തേങ്ങൻ്റെ ഈ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കറിക്ക് എന്തൊക്കെയോ ഒരു കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കറുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു തേങ്ങയിലേക്ക് കുറച്ച് ചെറുള്ളിക്ക് പകരം ചെറുള്ളി നന്നാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം കുഞ്ഞ് ചെറുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പീസ് സവാളയും പിന്നെ ഒരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ കറിയിൽ കീറിയിടുന്നതിനേക്കാൾ അരയ്ക്കുമ്പോൾ ഒന്നും കൂടിയും ആ ഒരു എരിവ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ തേങ്ങ പിന്നെ അതിലേക്ക് ഒരു 2 പീസ് വെളുത്തുള്ളിയും പിന്നെ സവാളയും പച്ചമുളകും ജീരകവും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ച് നോക്കിയപ്പോഴാണ് തേങ്ങയ്ക്ക് എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ തോന്നുന്നത്. എന്താ മൂക്കാത്ത ഇങ്ങനെ ഉണങ്ങിയതാണോ എന്താണെന്നറിയില്ല. അരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. കറി വെച്ചപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ചീരൻ്റെ കുഴപ്പമാണോ തേങ്ങൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഒരു ചീര നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ വെക്കുന്നത്. എനിക്ക് എന്തായാലും കഴിച്ചതിൽ എനിക്ക് നമ്മുടെ നോർമൽ പച്ചച്ചീരയും പിന്നെ ചുവപ്പ് ചീരയൊക്കെ കറി വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അതിനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു തേങ്ങ ശരിക്കും മൂക്കാത്ത തേങ്ങയാണ്. അരയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ, ഒരു സൈസ് പാറി പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒരു പാലച്ചീര കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ, എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് പറയട്ടോ. എനിക്കെന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ സാധാരണ എനിക്ക് ചീര, മുരിങ്ങ, മത്തൻ്റെ ഇല ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് എനിക്കെന്തോ അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ പരിപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം പരിപ്പ് കുക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുത്ത് വെച്ചു. അപ്പം ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം മീൻ നന്നാക്കാനും വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് വേകുമ്പോഴത്തേക്കും നമ്മുടെ ഫൈസിക്കുട്ടിനെ വിളിച്ചിട്ട് അവനോട് ചീര അതിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മീനൊന്ന് വേഗം നന്നാക്കി എടുക്കുന്നുണ്ട്. കുഞ്ഞു മത്തിയും പിന്നെ ഒരു 2 അയിലയാണ് കേട്ടോ. അപ്പോൾ വേഗം നന്നാക്കി എടുക്കാമല്ലോ, അതുകൊണ്ട് വേഗം നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും ചീരയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു. അങ്ങനെ കറിയൊക്കെ സെറ്റായി. അപ്പോഴത്തേക്കും മക്കൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 1 മണിക്കായി കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കിയിട്ടുള്ളൂ, മസാല ഇട്ട് വെച്ചിട്ടില്ല പറഞ്ഞു. അപ്പോൾ അവർക്ക് മീൻ വേണ്ട, മുട്ട മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുട്ട വറുത്തിരുന്നാൽ ചോറ് എടുക്കാമെന്ന് വിചാരിച്ചു. പാതുക്കുട്ടിക്കാണ് കേട്ടോ നല്ല വിശപ്പ് ഉണ്ടാവുക. അവളൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ പറയും, ഇനിമ എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന്. ആൾക്ക് ചോറ് വേണമെന്നൊന്നുമില്ല, കഞ്ഞിയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആയാലും മതി കേട്ടോ. ആൾക്ക് ഭയങ്കര വിശപ്പാണ് ഇടയ്ക്ക് കേട്ടോ. ചില സമയത്ത് ഒന്നും തിന്നൂല്ല. ഇപ്പം എന്തായാലും കുറച്ചായിട്ട് ആൾക്ക് അത്യാവശ്യം നന്നായിട്ട് വിശപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും
പിന്നെ സാധാരണ അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ കറക്റ്റ് അവർ 12 മണിക്ക് ചോറൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ കളിച്ച് നടക്കുകയല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആ ഒരു ഇന്ന് നമ്മൾ ഒരേ സമയത്ത് കറക്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ. അംഗനവാടിയിലെ ദിവസം ഒരേ ടൈമിലായിരിക്കുമല്ലോ അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിശപ്പാണ് കേട്ടോ. അങ്ങനെ അതാ പരിപ്പും ചീരയും കറിയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മതി എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അതും കാര്യങ്ങളൊക്കെ ഇതാ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഇതാ കുറച്ച് കഴിഞ്ഞിട്ട് വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് ചോറ് കൊടുത്തിട്ട് വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, മുട്ട ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഫസ്റ്റ് തിന്നും, പിന്നെ ചോറ് അതേപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ചോറ് കൊണ്ടേ കൊടുത്തു, കഴിക്കുമ്പോഴത്തേക്കും ഞാൻ വേഗം വറുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മുട്ടയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് എന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ നാടൻ മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പുഴുങ്ങാനും പിന്നെ അതുപോലെ തന്നെ പൊരിക്കാനും ഒക്കെ നമ്മൾ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ചെറുപയർ ഒന്ന് വേവിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മുട്ട പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറുപയർ ഉപ്പേരി ഒന്ന് തൂമിച്ചെടുക്കാനും വേണ്ടിയിട്ട്. ചെറുപയർ നമ്മുടെ ഫൈസിക്കുട്ടി കഴിക്കൂല, ഫാദുക്കുട്ടി കഴിക്കൂട്ടോ. അവൾക്ക് തൂമിക്കുന്നതിന് മുന്നേ വേണം. തൂമിക്കുമ്പോൾ നമ്മൾ ചെറിയ പച്ചമുളകും ഇതൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തൂമിക്കുന്നതിന് മുന്നേ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾക്ക് ഇതാ കഴിക്കാനൊക്കെ കൊടുത്ത ശേഷം പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്ത ശേഷമാണ് നമ്മൾ മീൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മീൻ കഴുകുമ്പോൾ പാത്രത്തിലൊക്കെ ആവുമല്ലോ. അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച ശേഷമാണ് മീൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായിട്ട് വരയൊക്കെ ഇട്ട ശേഷം നമുക്ക് മീൻ മസാല ഇട്ട് വെക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറുതായിട്ട് തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചേരൊക്കെ ഫോണിൽ കളിച്ചപ്പോൾ എനിക്ക് തലവേദന കൊണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ എനിക്ക് തലവേദനയുള്ള ദിവസം ഞാനിങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ, കാരണം എനിക്ക് നീക്കാൻ പറ്റൂല. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇതൊക്കെ ചെയ്യാൻ എന്തോ ഭയങ്കര ഒരു ഉഷാറുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. സാധാരണ ലീവുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയും പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനും പണിയെടുക്കാനും ഒക്കെ ഒരു എന്താ പറയുക, കിടക്കണം എന്ന് ഇങ്ങനെ തോന്നിയിരിക്കും. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, വയ്യാന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണൊക്കെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ ആക്കിയ ശേഷം കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാൻ ഫുഡും കഴിച്ചില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേഗം ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് വാരിയെടുത്ത ശേഷം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഇതാ 4:30 ആയിട്ടുണ്ട്. ഭയങ്കര വിശപ്പിട്ട, കാരണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വേഗം മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മീൻ, അത് വേഗം പൊരിച്ചെടുത്തു. പിന്നെ ഇതാ കുറച്ച് ചോറും കറിയും ചെറുപയർ കുറച്ച് തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് വെജീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുക്കുമ്പർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളിയും ഉള്ളിയും നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ നമ്മുടെ മീനിലിങ്ങനെ ഇതാക്കാനാണ് കേട്ടോ. മീൻ ഇത്രയും മീനൊന്നും ഞാൻ കഴിക്കില്ല, 2 മീൻ നമ്മുടെ ഫാദുക്കുട്ടിക്കാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം വേറൊരു കുഞ്ഞു പണി ഉണ്ടായിരുന്നു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിക്ക് ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു റോസ്, ഒരു പിങ്ക് കളറ് കൈ വെക്കാനുള്ള സാധനം. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ക്ലിപ്പ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറേ ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ട്, അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് പഴയൊരു പാവാട ഉണ്ടായിരുന്നു, ഈ ഒരു ബ്ലാക്ക് കളറ്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ മറ്റേതിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഫസ്റ്റ് തന്നെ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പീസല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബ്ലാക്കിൽ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയപ്പോൾ സംഭവം കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ലിപ്പിൽ പശ വെച്ചിട്ട് ക്ലിപ്പ് ഒട്ടിക്കണം. പിന്നെ ഇതിലേക്ക് മുത്തും പിന്നെ കുറച്ച് മറ്റേ എന്താ പറയുക സൈഡിൽ കൂടെ കുറച്ച് മുത്തും ഇതൊക്കെ ഒട്ടിക്കണം കേട്ടോ, എന്നാലാണ് ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ അതൊന്നും കയ്യിലില്ല തൽക്കാലം. ഞാൻ ഇത് ഉണ്ടാക്കി വെക്കാനാണ് പാട്. പിന്നെ മുത്തൊട്ടിക്കാനൊന്നും വലിയ പ്രശ്നമില്ലല്ലോ. പിന്നെ ആ ഒരു ഒട്ടിക്കുന്ന പശ കയ്യിലില്ലേനും അത് വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ എന്തായാലും നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനത്തെയുള്ള വേസ്റ്റ് തുണി അതുപോലെ തന്നെ ഇതേപോലെ വലേൻ്റെ സംഭവങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലത്തെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോർട്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പിങ്ക് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോക്കിയാൽ മതി. ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.